മാറിക്കളയാം. അങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിൽ ബറക്കത്ത് നൽകും. ആ ഒഴിഞ്ഞുമാറ്റത്തിൽ വലിയ ബറക്കത്ത് നൽകും. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഇദാ ജമഅല്ലാഹുൽ ഖലായിഖ യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ജനങ്ങളെ മുഴുവനും അല്ലാഹു ഒരുമിച്ച് കൂട്ടിയാൽ സർവ്വ സൃഷ്ടിചരാചരങ്ങളുമുണ്ട്. സൃഷ്ടിജാലങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയ ആ മഹാസംഗമവേദിയിൽ, ആ മഹ്ശറ വൻസഭയിൽ ഒരാൾ അനൗൺസ്മെന്റ് ചെയ്യുകയാണ്. എന്താണ് ഒരാളുടെ ഭാഗത്തു നിന്ന് വരുന്ന അനൗൺസ്മെന്റ്? ഐന അഹ്ലുൽ ഫളൽ, എവിടെയാണ് മഹാന്മാരെവിടെ? വലിയ വലിയ മനുഷ്യന്മാരുണ്ട് ഈ കൂട്ടത്തിൽ, അവരിങ്ങ് വന്നാട്ടെ. മഹത്തുക്കൾ എവിടെ? ഐന അഹ്ലുൽ ഫളി ഫയഖൂമുനാസ്. അപ്പൊ കുറച്ച് ആളുകൾ ഇങ്ങോട്ട് എഴുന്നേറ്റ് ഈ അനൗൺസ്മെന്റിങ് വന്നാ മതി. ഈ അനൗൺസ് കേൾക്കുമ്പോഴേക്ക് കുറച്ച് ആളുകൾ എഴുന്നേറ്റിട്ട് അത് ഞങ്ങളാ എന്ന് പറഞ്ഞിട്ട് വരും. റസൂലുള്ളാഹി പറയുന്നു ഫയഖൂമുനാസുൻ വഹും യസീർ. മുത്തുനബി പറയുന്നു, പക്ഷേ അവർ അങ്കുലി പരിമിതമായിരിക്കും. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാവൂ, ചെറിയ ഒരു ബാച്ച്. എന്നിട്ട് ഫയന്തലിഖൂന സിറാഅൻ ഇലൽ ജന്ന, നാലുപാടും നോക്കുന്നില്ല. അയ്നാഹുലുൽ ഫളൽ എന്ന് വിളിച്ചില്ലേ? മഹത്തുക്കൾ എവിടെ, ബഹുമാനമുള്ള ആളുകൾ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഇവര് നേരെ എഴുന്നേറ്റ് ഫയന്തലിഖൂന സിറാഅൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പെട്ടെന്ന് അങ്ങ് കടന്നു പോകുമ്പോ ഫതതലഖാഹുമുൽ മലായിക, മലക്കുകൾ അവരെ സ്വീകരിക്കുന്നു. ചൂടേറിയ സ്വീകരണം മലക്കുകൾ അവർക്ക് നൽകുന്നു. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, ഇന്നാ നറാകും സിറാഅൻ ഇലൽ ജന്ന, എന്താ നിങ്ങൾ ഐന അഹ്ലുൽ ഫളി എന്ന് വിളിച്ചപ്പോഴേക്ക് നിങ്ങൾ എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ഓടുന്നത്? നിങ്ങൾ സ്വർഗത്തിലേക്ക് ഓടുന്നതാണല്ലോ ഞങ്ങൾ കാണുന്നത്. ഫമന്നംതും, നിങ്ങളാരാ? എന്തായിരുന്നു നിങ്ങൾ ഭൂമിയിൽ നിന്ന് ചെയ്ത ഇത്രയും വലിയ മഹത്വമായ സംഗതി? അതാ ചോദ്യം. ഐന അഹ്ലുൽ ഫളി എന്ന് ചോദിക്കുമ്പോ അത് ആരാന്ന് അറിയാൻ നിങ്ങൾക്ക് സമയമല്ല. നിങ്ങൾ എഴുന്നേറ്റ് പോവാണല്ലോ, അത് നിങ്ങളെ പറ്റിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണം എന്താ? നിങ്ങൾ ആരാ? നിങ്ങളുടെ മഹത്വം എന്തായിരുന്നു? ഫയഖൂലൂന, അവര് പറയുന്ന മറുപടി വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, അതിന്റെ ആശയമായി ഇവർ പറയുന്നത് കുന്നാ ഇദാ ളുലിംനാ സബർനാ വഇദാ ഉസീഅ ഇലൈനാ ഗഫർനാ വഇദാ ജുഹില അലൈനാ ഹലുംനാ. ഞങ്ങളുടെ സ്വഭാവം അതായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആരും പേടിക്കാനില്ല. എന്താ ഞങ്ങളുടെ സ്വഭാവം? കുന്ന, ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ ഞങ്ങളായിരുന്നു. ഇദാ ളുലിംന, ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരുപാട് കല്ലെറിയപ്പെട്ടിട്ടുണ്ട്, കല്ലേറുകൾ കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തെറിവിളികൾ കേട്ടിട്ടുണ്ട്, കൂക്കി വിളിച്ചിട്ടുണ്ട്. കുന്ന ഇദാ ളുലിംന, ഞങ്ങളെ തല്ലിയാലും ഞങ്ങളെ കല്ലെറിഞ്ഞാലും ഞങ്ങളെ കൂക്കി വിളിച്ചാലും, ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഞങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ സബർന, ഞങ്ങൾ ആൺകുട്ടികളെ പോലെ ക്ഷമിച്ചു. വഇദാ ഉസീഅ ഇലൈനാ, ഞങ്ങളെ ദുഃഖിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ, വഇദാ ഉസീഅ അലൈനാ, ഞങ്ങളോട് വേണ്ടാത്തരം ചെയ്യുമ്പോൾ ഗഫർന, ഞങ്ങളത് സുമനസ്സോടെ പുറത്തു കൊടുത്തു. നല്ല മനസ്സോടുകൂടി ഞങ്ങളത് പുറത്തു കൊടുത്തു. അത്തരം സുമനസ്സുകളായിരുന്നു ഞങ്ങൾ. കഴിഞ്ഞില്ല. വഇദാ ജുഹില അലൈനാ, ആരെങ്കിലും ഞങ്ങളോട് വിവരദോഷം കാണിക്കാൻ വന്നാൽ അതേ നാണയത്തിൽ ഞങ്ങൾ തിരിച്ചടിക്കൂല. ഹലുംന, ഹലുംന, ഞങ്ങൾ അവിടെ കൃത്യമായി സഹനം പാലിക്കും, ഞങ്ങൾ നന്നായി സഹിക്കും. ഇതായിരുന്നു ഞങ്ങളുടെ സ്വഭാവം. ഫയുഖാലു ലഹു, ഈ വിശദീകരണം കേൾക്കുമ്പോൾ മലക്കുകൾ അവരോട് പറയുകയാണ്, ഉദ്ഖുലുൽ ജന്നത ഫനിഅമ അജ്റുൽ ആമിലീൻ. ഉദ്ഖുലുൽ ജന്ന, ശരി, ഇതാണല്ലേ നിങ്ങൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ തള്ളിക്കേറാൻ കാരണം? ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പൊക്കോ. അവരോട് പറയുകയാണ്, പൊയ്ക്കോളൂ സ്വർഗത്തിലേക്ക്. നിങ്ങളോട് പറയാനുള്ളത് ഫനിഅമ അജ്റുൽ ആമിലീൻ, അധ്വാനിച്ചവരുടെ പ്രതിഫലം എത്ര സുന്ദരമാണ്. കഷ്ടപ്പെട്ട് അമൽ ചെയ്തവരുടെ പ്രതിഫലം എത്ര സുന്ദരമാണ്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട്. നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. എത്ര സുന്ദരമാകുന്നു അതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇനി